ഇതെല്ലാം ഒരു സുഖം തന്നെയാ അല്ലേ? വൈകുന്നേരം പണിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ പുഴയെടുത്ത് വന്നിരിക്കുമല്ലോ. എൻ്റെ മോനെ ഞാൻ ദിവസം വരുന്നുണ്ട്, ഞാൻ ദിവസം വരുന്നുണ്ട് ഇവിടെ വരുന്നുണ്ടല്ലേ? ഓ നല്ല എന്തോ ഒരു മുത്തപ്പൻ്റെ അമ്പലത്തിൽ നല്ല അടിപൊളി പാട്ട് അഞ്ചഞ്ചരി രാമ നല്ല സുഖം. ഒരു കാലി അടിച്ചിരിക്കണം, നല്ല സുഖം. ഒരു കാലി അടിച്ച് വന്ന്. പക്ഷെ ഇവിടെ പെട്ടിപ്പിടിയൊന്നും സംഭവം നമുക്കില്ല, അതാ പറ്റിയത്. ഇവിടെ ഒരു പെട്ടിപ്പിടിയാൻ കണ്ട നല്ല സുഖത്തിൽ ഒരു ചായ ഒക്കെ കുടിച്ചിരിക്കുക. നമുക്കൊരു കാര്യം അടിച്ചാലോ? ഒരു കാര്യം അടിക്കാം. നമുക്ക് ചൂടെ തങ്കൂസ് എടുത്ത് പോരാ. ആണല്ലേ? സമയം ചെക്കന് വന്നില്ല, ജിത്ത് വന്നില്ലല്ലോ. ഇല്ല, നമുക്ക് മേടിക്കാം. നമ്മള് രാജുവായിട്ട് പോലെ ചാടിക്കേ അമ്മു നല്ല ടേസ്റ്റാണ് സംഭവമാണ്. ഞാൻ ഒരിക്കൽ ഒരു ചിക്കൻ വാങ്ങിനായിരുന്നു, അടിപൊളി ചിക്കൻ കേട്ടോ. ദിവസവും അങ്ങനെ വരുന്നേരോ നല്ല മണം ഉണ്ടാവും അവിടെ. അതുകൊണ്ട് തന്നെ ഒരു ഞാൻ ചിക്കൻ വാങ്ങി, നല്ല കുഴപ്പമില്ല. ചിക്കൻ മാത്രമല്ല, നല്ല അടിപൊളി എണ്ണക്കടികളുണ്ട്. നല്ല ഒരുപാട് സ്ഥലത്തുള്ള ആൾക്കാർ വരുന്നുണ്ട് പഞ്ചാടിക്ക്. പോയാൽ നമുക്ക് ഒരു കാര്യം ചിക്കൻ പറയാം. ഓക്കെ. രാജുവേട്ടാ, 3 ഞെട്ടിക്ക ചായം കിട്ടോ. എല്ലാ ചങ്ങായി ഇന്നെത്ര നേരം കാത്തു നിൽക്കുന്നു. ഇപ്പം ഉണ്ടാരെങ്കിൽ 5 മണിക്ക് വന്നു ജീവിച്ച് പോട്ടെ മതിയാട്ടാ. എന്ന് 5 മണിക്കൂർ ഇപ്പോൾ അങ്ങനെ പണിക്ക് പോയിട്ട് നടക്കൂല ഇപ്പോൾ, അതല്ലേ പല സംഭവങ്ങളും ചെയ്യണ്ടേ. പിന്നെ അപ്പോൾ ഞാൻ 3 ചായയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല ചായ എന്നാ പറഞ്ഞ പുറത്തെ രഞ്ജി പറഞ്ഞ നല്ല ചായയാണ്, അടിപൊളി ചായ എന്നാ പറഞ്ഞത്. ഞാൻ ചായ കുടിക്കില്ല, എന്നാലും കുറച്ച് ഗുണം കൊണ്ട് കുടിക്കുക. ഓക്കെ. കടി ഇവിടുത്തെ നല്ല സ്പെഷ്യൽ ആയിക്കോട്ടെ. എന്നാ കടി എന്നാ ചിക്കൻ പോണ്ട സ്പെഷ്യൽ അടിപൊളി. മുൻകൂട്ടി ബുക്ക് ചെയ്യണേ ഇനി വേണമെങ്കിൽ. പിള്ളേരെ കളി നോക്ക് എൻ്റെ മോനെ. ഇപ്പോഴത്തെ കാലത്ത് എന്താ പറയാന്ന് വെച്ചാൽ ഒരുപാട് സംഭവങ്ങളാട്ടോ. കുട്ടികളെ വല്ലതും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്. MDMA എന്തെല്ലോ പേരുള്ള സാധനങ്ങളായി പറഞ്ഞു. അതിനെന്താ ഇപ്പോൾ തൂഫാൻ വന്നില്ലേ, അപ്പോൾ ഞാൻ അങ്ങനെ പിടിക്കൂലേ? അല്ല, അതൊരു കാര്യമുണ്ട്. പക്ഷെ തൂഫാൻ കണ്ടിന്യൂ പോയാൽ മതിയല്ലേ. സർക്കാർ അത് ഇട്ടേക്കരുത്, ഇട്ടേച്ചാൽ പോക്കാം. ഇപ്പം ഈ സ്ട്രോങ് തന്നെ കൊണ്ടുപോയാൽ നല്ല കാര്യം. കാര്യത്തിൽ ഭയങ്കര ബേജാറാണ്. ഇപ്പോൾ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തുന്നവരെ ഒരു സമാധാനം കിട്ടുന്നില്ല നമുക്കിപ്പോൾ. അതൊന്നും പറയണ്ട. ഇപ്പം ഈ സ്കൂളിലെല്ലാം ഓരോ മേളയിലില്ലേ, ആ മേളയിലുണ്ടാകുന്നേരാന്ന് ഈ ഇങ്ങനത്തെ അവസരം കൂടുതൽ. ഈ മറ്റുള്ള ഈ ലഹരിൻ്റെ ആൾക്കാർ പിള്ളേർ കുട്ടികളെ ചാക്കിലൊക്കെ ആ സമയത്താണ്. അപ്പോൾ അതെല്ലാം ഭയങ്കര എന്താ പറയുക, ഒരു വല്ല ടെൻഷൻ തന്നെയാണ്. അതെല്ലാം ശ്രദ്ധിക്കണം മക്കളെ കാര്യത്തിൽ. പിന്നെ മക്കളെ പോറ്റുന്നതിനോട്ട് പോറ്റണം. ഞാനില്ലേ, എൻ്റെ മക്കളെ ഞാൻ കൃത്യമായിട്ട്, അതായത് ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറം എൻ്റെ മക്കൾ പോകില്ല. വരച്ച വരലൊപ്പിക്കും ഞാൻ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആളെടുത്ത് വന്നിട്ട് എൻ്റെ മക്കൾ മോശമായിട്ട് സംസാരമോ എല്ലാവരും തോന്നിസം വിളിക്കുന്നോ ഒരു കുട്ടി ഇവിടെ കേട്ടിട്ടുണ്ടാവില്ല. അല്ല, അങ്ങനെ പറഞ്ഞ നല്ല കേട്ടോ. അതാ ഞാൻ അങ്ങനെ വളർത്തിയ എൻ്റെ മക്കളാ. പിന്നെ പ്രദീപ, എൻ്റെ മക്കൾക്ക് പൊന്നിയരിൻ്റെ ചോറും കൊടുത്താൽ ഞാൻ പോറ്റുന്നത് കേട്ടോ. റിച്ച് തന്നെയല്ലേ? രഞ്ജിന്റെ മോനല്ലേ വരുന്നത്? എടാ അച്ഛ കള്ള, എന്നെ കൂട്ടാണ്ട് ചായ കുടിക്കല്ലേ? വീട്ടിലേക്ക് വാ, കാലടിച്ച് ഞാൻ കുടിക്കും. പ്രതിഭ, ഞാൻ പോട്ടെന്നാല്. രാജീവ് എത്ര ചായൻ്റെ രഞ്ജിയെ ഇനി പോകുന്നു വേണ്ട. ഞാൻ പൊന്നരി മാറ്റിയിട്ട് റേഷൻ പിള്ളി അരിയാക്കി കേട്ടോ. രഞ്ജിയെ ചെക്കൻ എന്തായാലും പൊന്നിയുടെ കൊണക്കാച്ചി കേട്ടോ.